മനുഷ്യന്റെ നിസ്സാരത ബോധ്യപ്പെടുത്തുന്ന ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. മനുഷ്യരായ നാം ഇതുവരെ കണ്ടതും കേട്ടതും കാണാത്തതും കേൾക്കാത്തതും കോടാനുകോടി നക്ഷത്രങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചവും അതിലെ ചരവും അചരവും ആയ എല്ലാം തന്നെ ഭഗവാന്റെ സ്വരൂപത്തിലെ വെറും ഭസ്മപ്പൊടികളായ വിഭൂതികൾ മാത്രമാണെന്ന് ഭഗവാൻ പറയുന്നത് കേൾക്കാം. ആദ്യം മലയാള പരിഭാഷയും തുടർന്ന് അവസാന ഭാഗത്തിൽ സംസ്കൃത ശ്ലോകങ്ങളും കേൾക്കാം. ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, പ്രിയമുള്ളവനായ നിന്റെ ഹിതമാഗ്രഹിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്ന ഉത്കൃഷ്ടമായ വാക്കുകളെ കേട്ടാലും ദേവന്മാരോ മഹർഷിമാരോ എന്റെ ഉദ്ഭവത്തെ അറിയുന്നില്ല. എല്ലാ പ്രകാരത്തിലും മഹർഷിമാരുടെയും ദേവന്മാരുടെയും ഉദ്ഭവസ്ഥാനം ഞാനാണ്. എന്നെ അനാദിയായും ജന്മമില്ലാത്തവനായും ജഗത്തിന്റെ പരമേശ്വരനായും അറിയുന്നവൻ മനുഷ്യരിൽ വെച്ച് വ്യാമോഹമില്ലാത്തവനാണ്. അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാവുന്നു. ബുദ്ധി, ജ്ഞാനം, വ്യാമോഹമില്ലായ്മ, ക്ഷമ, സത്യം, ദമം, ശമം, സുഖം, ദുഃഖം, ജനനം, മരണം, ഭയം, അഭയം, അഹിംസ, സമത്വം, സന്തോഷം, തപസ്, ദാനം, യശസ്, ഐശസ് എന്നീ വിവിധ ഭാവങ്ങൾ ജീവികൾക്ക് എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പ്രാചീനരും എന്നിൽ മനസ്സുറപ്പിച്ചവരുമായ 7 മഹർഷിമാരും 4 മനുക്കളും എന്റെ മനസ്സിൽ നിന്ന് ഉദ്ഭവിച്ചവരാണ്. ലോകത്തിലുള്ള ഈ പ്രജകളെല്ലാം അവരിൽ നിന്നുണ്ടായവരാണ്. യാതൊരുവൻ എന്റെ ഈ വിഭൂതിയെയും, അതായത് മഹത്വം അഥവാ ഐശ്വര്യം, പിന്നെ യോഗശക്തിയെയും ശരിയായി അറിയുന്നുവോ, അവൻ അചഞ്ചലമായ യോഗത്തിൽ പ്രതിഷ്ഠിതനാകുന്നു. അതിൽ സംശയമില്ല. ഞാനാണ് എല്ലാത്തിൻ്റെയും ഉദ്ഭവസ്ഥാനമെന്നും സകലതും എന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്നും അറിഞ്ഞ് ബുദ്ധിമാന്മാർ ഭക്തിഭാവത്തോടുകൂടി എന്നെ ഭജിക്കുന്നു. എന്നിൽ മനസ്സുറപ്പിച്ചവരും എല്ലാ ഇന്ദ്രിയങ്ങളും എന്നിൽ ലയിപ്പിച്ചവരുമായ ഭക്തന്മാർ സദാ എന്നെക്കുറിച്ച് പരസ്പരം അറിയിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. സദാ എന്നിൽ മനസ്സുറപ്പിച്ചവരും പ്രീതിപൂർവം എന്നെ ഭജിക്കുന്നവരുമായ അവർക്ക് ഞാൻ ബുദ്ധിയോഗത്തെ നൽകുകയും അതിലൂടെ അവർ എന്നെ പ്രാപിക്കുകയും ചെയ്യുന്നു. അവരുടെ ഹൃദയത്തിലിരിക്കുന്നവനായ ഞാൻ അവരോടുള്ള അനുകമ്പ ഹേതുവായി അവരിലുള്ള അജ്ഞാനത്തിൽ നിന്നുണ്ടായ അന്ധകാരത്തെ ഉജ്ജ്വലമായ ജ്ഞാനദീപം കൊണ്ട് നശിപ്പിക്കുന്നു. അർജുനൻ പറഞ്ഞു, പരബ്രഹ്മവും പരമമായ നിവാസസ്ഥാനവും പരമപാവകനും അങ്ങുതന്നെ. അങ്ങ് ശാശ്വതനും ദിവ്യനും ആദിദേവനും ജന്മഹീനനും സർവവ്യാപിയുമായ പുരുഷനാണ്. ദേവർഷിയായ നാരദനും അസിതൻ, ദേവലൻ, വ്യാസൻ എന്നീ ഋഷിമാരും പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് സ്വയം അതുതന്നെ എന്നോട് പറയുന്നു. കേശവ, അങ്ങ് പറയുന്നതെല്ലാം സത്യം തന്നെയെന്ന് ഞാൻ കരുതുന്നു. ഭഗവാനെ, അങ്ങയുടെ പ്രഭാവത്തെ ദേവന്മാരും ദാനവന്മാരും അറിയുന്നില്ല. പുരുഷോത്തമനും സർവഭൂതങ്ങളുടെയും ഉദ്ഭവസ്ഥാനവും ഈശ്വരനും ജഗത്പതിയുമായ കൃഷ്ണ, അങ്ങ് സ്വയം അങ്ങയെ ആത്മാവായി അറിയുന്നു. അങ്ങയുടെ ദിവ്യങ്ങളായ വിഭൂതികളെയും അങ്ങ് ഏതേതു വിഭൂതികളാൽ ഈ ലോകങ്ങളെ വ്യാപിച്ചു നിൽക്കുന്നുവോ അവയെയും അങ്ങ് പൂർണ്ണമായി പറയേണ്ടതാണ്.
ഭഗവാനെ, നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ എങ്ങനെയാണ് അറിയുക? ഏതേതു ഭാവങ്ങളിലാണ്, വസ്തുക്കളിലാണ് ഞാൻ അങ്ങയെ ധ്യാനിക്കേണ്ടത്? ജനാർദ്ദന, അങ്ങയുടെ യോഗത്തെയും വിഭൂതികളെയും വീണ്ടും വിസ്തരിച്ച് പറഞ്ഞാലും അങ്ങയുടെ അമൃതസമമായ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാകുന്നില്ല. കൃഷ്ണൻ പറഞ്ഞു, ഹേ അർജുന, എന്റെ ദിവ്യങ്ങളായ വിഭൂതികളെ അവയുടെ പ്രാധാന്യമനുസരിച്ച് നിന്നോട് പറയാം. അവയെ വിശദീകരിക്കുകയാണെങ്കിൽ അതിന് ഒരു അന്തവും ഉണ്ടാവില്ല. അർജുന, ഞാൻ സകലഭൂതങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവാണ്. സകല ചരാചരങ്ങളുടെയും ആദിയും മധ്യവും അന്തവും ഞാനാണ്. ആദിത്യന്മാരിൽ വിഷ്ണുവും, ജ്യോതിസ്സുകളിൽ അത്യുജ്വലനായ സൂര്യനും, വായുദേവന്മാരിൽ മരീചിയും, നക്ഷത്രങ്ങളിൽ നശിക്കാത്ത വസ്തുക്കളിൽ ചന്ദ്രനും ഞാനാണ്. വേദങ്ങളിൽ ഞാൻ സാമവേദമാണ്. ദേവന്മാരിൽ ഞാൻ ഇന്ദ്രനുമാണ്. ഇന്ദ്രിയങ്ങളിൽ ഞാൻ മനസ്സാകുന്നു. ഭൂതങ്ങളിലുള്ള ബുദ്ധിയും ഞാനാണ്. രുദ്രന്മാരിൽ ശങ്കരനും, യക്ഷന്മാരിലും രാക്ഷസന്മാരിലും കുബേരനും ഞാനാണ്. വസുക്കളിൽ അഗ്നിയും, പർവ്വതങ്ങളിൽ മഹാമേരുവും ഞാനാണ്. അർജുന, പുരോഹിതന്മാരിൽ മുഖ്യനായ ബൃഹസ്പതിയാണ് ഞാൻ എന്നറിഞ്ഞാലും സൈന്യാധിപന്മാരിൽ ഞാൻ സ്കന്ദനാണ്. ജലാശയങ്ങളിൽ സമുദ്രവും ഞാനാണ്. ഞാൻ മഹർഷിമാരിൽ ഭൃഗുവും, വാക്കുകളിൽ ഏകാക്ഷരമായ ഓങ്കാരവുമാകുന്നു. യജ്ഞങ്ങളിൽ ജപയജ്ഞവും, സ്ഥാവരങ്ങളിൽ ഹിമാലയവും ഞാനാണ്. എല്ലാ വൃക്ഷങ്ങളിലും വെച്ച് അശ്വത്ഥവും, ദേവർഷിമാരിൽ നാരദനും, ഗന്ധർവന്മാരിൽ ചിത്രരഥനും, സിദ്ധന്മാരിൽ കപിലമുനിയും ഞാനാണ്. അശ്വങ്ങളിൽ അമൃതത്തിൽ നിന്നുണ്ടായ അമൃതത്തിനുവേണ്ടി സമുദ്രമഥനം ചെയ്തപ്പോൾ ഉദ്ഭവിച്ച ഉച്ചൈസ്രവസ്സും, ഗജേന്ദ്രന്മാരിൽ അരാവതവും, മനുഷ്യരിൽ രാജാവും ഞാനാണ് എന്നറിഞ്ഞാലും ആയുധങ്ങളിൽ വജ്രവും, പശുക്കളിൽ കാമധേനുവും, ജനകന്മാരിൽ കാമദേവനും, സർപ്പങ്ങളിൽ വാസുകിയും ഞാനാണ്. നാഗങ്ങളിൽ അനന്തനും ഞാനാണ്. ജലദേവതമാരിൽ വരുണനും, പിതൃക്കളിൽ അര്യമാവും, നിയന്താക്കളിൽ യമനും ഞാനാണ്. ദൈത്യന്മാരിൽ പ്രഹ്ലാദൻ ഞാനാണ്. കണക്കെടുക്കുന്നവരിൽ കാലവും ഞാനാണ്. മൃഗങ്ങളിൽ സിംഹവും, പക്ഷികളിൽ ഗരുഡനും ഞാനാണ്. ശുദ്ധീകരിക്കുന്നവരിൽ വായു ഞാനാണ്. ആയുധധാരികളിൽ രാമനും ഞാനാണ്. മത്സ്യങ്ങളിൽ സ്രാവും, നദികളിൽ ഗംഗയും ഞാനാണ്. അർജുന, സൃഷ്ടികളുടെ ഉൽപ്പത്തിസ്ഥിതിലയങ്ങൾ ഞാനാണ്. വിദ്യകളിൽ അധ്യാത്മവിദ്യയും തർക്കിക്കുന്നവരുടെ വാദവും ഞാനാണ്. അക്ഷരങ്ങളിൽ അകാരവും, സമാസങ്ങളിൽ ദ്വന്ദ്വവും ഞാനാകുന്നു. ക്ഷയമില്ലാത്ത കാലവും, സകലദിക്കുകളിലും മുഖമുള്ള ജഗത്പാലകനും ഞാനാകുന്നു. സകലതിനെയും സംഹരിക്കുന്ന മൃത്യു ഞാനാകുന്നു. സമൃദ്ധിയുള്ളവരാകുവാൻ പോകുന്നവരുടെ സമൃദ്ധിയും, ത്രൈണഗുണങ്ങളായ കീർത്തി, ശ്രീ, വാക്ക്, സ്മൃതി, ബുദ്ധി, ധൈര്യം, ക്ഷമ എന്നിവയും ഞാനാകുന്നു.
സാമമന്ത്രങ്ങളിൽ ബൃഹത് സാമവും ഛന്ദസ്സുകളിൽ ഗായത്രിയുമാണ് ഞാൻ. മാസങ്ങളിൽ മാർഗശീർഷവും ഋതുക്കളിൽ വസന്തവും ഞാനാകുന്നു. വഞ്ചിക്കുന്നവർ കളിക്കുന്ന ചൂതുകളിയും തേജസ്വികളുടെ തേജസ്സും വിജയവും പ്രയത്നവും സാത്വികന്മാരുടെ സത്വഗുണവും ഞാനാകുന്നു. വൃഷ്ണികളിൽ ഞാൻ വാസുദേവനാകുന്നു. ഞാൻ പാണ്ഡവന്മാരിൽ അർജുനനും മുനികളിൽ വ്യാസനും ജ്ഞാനികളിൽ ശുക്രനുമാകുന്നു. ശിക്ഷ നൽകുന്നവരുടെ ദണ്ഡവും ശിക്ഷയും ജയേച്ഛുക്കളിലെ നയവും ഞാനാകുന്നു. രഹസ്യങ്ങളിൽ മൗനവും ജ്ഞാനികളുടെ ജ്ഞാനവും ഞാനാകുന്നു. അർജുന, സകലഭൂതങ്ങളുടെയും ഉൽപ്പത്തി കാരണമായത് യാതൊന്നാണോ? അത് ഞാനാണ്. എന്നെക്കൂടാതെ ജീവിക്കുവാൻ കഴിയുന്നതായി ചരവും അചരവുമായ യാതൊരു വസ്തുവുമില്ല. അർജുന, എന്റെ ദിവ്യങ്ങളായ വിഭൂതികൾക്ക് അന്തമില്ല. എന്റെ വിഭൂതികളെക്കുറിച്ചുള്ള ഈ വിവരണം ഞാൻ സംക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വിഭൂതിയോടുകൂടിയോ ഐശ്വര്യത്തോടുകൂടിയോ കരുത്തോടുകൂടിയോ ഉള്ള ഏതെല്ലാം വസ്തുവുണ്ടോ അവയെല്ലാം എന്റെ തേജസ്സിന്റെ അംശത്തിൽ നിന്നുണ്ടായതു തന്നെയെന്ന് നീ അറിഞ്ഞാലും. അർജുന, അല്ലെങ്കിൽ തന്നെ വിസ്തൃതമായ ഇതിനെയെല്ലാം അറിഞ്ഞിട്ട് നിനക്കെന്തു കാര്യം? എന്റെ ഒരംശം കൊണ്ട് ഈ ജഗത്തിനെ മുഴുവൻ താങ്ങിയിട്ട് ഞാൻ വർത്തിക്കുന്നു. ഇനി സംസ്കൃത ശ്ലോകങ്ങൾ കേൾക്കാം. അഥ വിഭൂതിയോഗോ നാമ ദശമോധ്യായഃ. ശ്രീഭഗവാനുവാച ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വചഃ. യത്തേഹം പ്രീയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. ന മേ വിദുഃസുരഗണാഃ പ്രഭവം ന മഹർഷയഃ. അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. യോ മാമജമനാദിം ച വേത്തി ലോകമഹേശ്വരം. അസമ്മൂഢഃ സമത്യേഷു സർവപാപൈഃ പ്രമുച്യത്തെ. ബുദ്ധിർജ്ഞാനമസമ്മോഹഃ ക്ഷമാ സത്യം ദമഃ ശമഃ. സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ചാഭയമേവ ച. അഹിംസാ സമതാ തുഷ്ടിഃ തപോദാനം യശോ യശഃ. ഭവന്തി ഭാവാ ഭൂതാനാം മത്ത ഏവ പൃഥഗ്വിധാഃ. മഹർഷയഃ സപ്ത പൂർവേ ചത്വാരോ മനവസ്തഥാ. മദ്ഭാവാ മാനസാ ജാതാ യേഷാം ലോക ഇമാഃ പ്രജാഃ. ഏതാം വിഭൂതിം യോഗം ച മമ യോ വേത്തി തത്വതഃ. സോവികമ്പേന യോഗേന യുജ്യത്തെ നാത്ര സംശയഃ. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തത്തെ. ഇതി മത്വാ ഭജന്തെ മാം ബുധാ ഭാവസമന്വിതാഃ. മच्चित्ता मद्गतः प्राणा बोधयन्तः परस्परं. कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च. तेषां सततयुक्तानां भजतां प्रीतिपूर्वकं. ददामि बुद्धियोगं तं येन मामुपयान्ति ते. तेषामेवानुकम्पार्थं
अहमज्ञानजं तमः नाशयाम्यात्मभावस्थो ज्ञानदीपेन भास्वता। अर्जुन उवाच परं ब्रह्म परं धाम पवित्रं परमं भवान् पुरुषं शाश्वतं दिव्यम् आदिदेवमजं विभुम् आहुस्त्वां ऋषयः सर्वे देवर्षिर्नारदस्तथा असितो देवलो व्यासः स्वयं चैव ब्रवीषि मे। सर्वमेतद्धृतं मन्ये यन्मां वदसि केशव न हि ते भगवन् व्यक्तिं विदुर्देवान दानवाः। स्वयमेवात्मनात्मानं वेत्थत्वं पुरुषोत्तम भूतभावन भूतेश देवदेव जगत्पते। वक्तुमर्हस्य शेषेण दिव्या ह्यात्मविभूतयः याभिर्विभूतिभिर्लोकानि मां त्वं व्याप्य तिष्ठसि। कथं विद्यामहं योगिस्त्वां सदा परिचिन्तयन् केषु केषु च भावेषु चिन्त्योऽसि भगवन्मया। विस्तरेणात्मनो योगं विभूतिं च जनार्दन भूयः कथय तृप्तिर्हि शृण्वतो नास्ति मे मृतम्। श्रीभगवानुवाच हन्त ते कथयिष्यामि दिव्या ह्यात्मविभूतयः प्राधान्यतः कुरु श्रेष्ठ नास्त्यन्तो विस्तरस्य मे। अहमात्मा गुडाकेश सर्वभूताशयस्थितः अहमादिश्च मध्यं च भूतानामन्त एव च। आदित्यानामहं विष्णुः ज्योतिषां रविरंशुमान् मरीचिर्मरुतामस्मि नक्षत्राणामहं शशि। वेदानां सामवेदोऽस्मि देवानामस्मि वासवः इन्द्रियाणां मनश्चास्मि भूतानामस्मि चेतना। रुद्राणां शङ्करश्चास्मि वित्तेषो यक्षरक्षसां वसूनां पावकश्चास्मि मेरुशिखरिणामहं। पुरोधसां च मुख्यं मां विद्धि पार्थ बृहस्पतिं। सेनानीनामहं स्कन्दः सरसामस्मि सागरः महर्षीणां भृगुरहं गिरामस्म्येकमक्षरम्। यज्ञानां जपयज्ञोऽस्मि स्थावराणां हिमालयः। अश्वत्थः सर्ववृक्षाणां देवर्षीणां च नारदः गन्धर्वाणां चित्ररथः सिद्धानां कपिलो मुनिः। उच्चैश्रवसमश्वानां विद्धि माममृतोद्भवम्। ऐरावतं गजेन्द्राणां नराणां च नराधिपम्। आयुधानामहं वज्रं धेनूनामस्मि कामधुक्। प्रजनश्चास्मि कन्दर्पः सर्पाणामस्मि वासुकिः। अनन्तश्चास्मि नागानां वरुणो यादसामहम्। पितॄणामर्यमा चास्मि यमः संयमतामहम्। प्रह्लादश्चास्मि दैत्यानां कालः कलयतामहम्। मृगाणां च मृगेन्द्रोऽहं वैनतेयश्च पक्षिणां पवनः पवतामस्मि रामः शस्त्रभृतामहम्। झषाणां मकरश्चास्मि
स्रोतसामस्मि जाह्नवी सर्गाणामादिरन्तश्च मध्यं चैवाहमर्जुन अध्यात्मविद्या विद्यानां वादः प्रवदतामहम् अक्षराणामकारोऽस्मि द्वन्द्वः सामासिकस्य च अहमेवाक्षयः कालो धाताहं विश्वतो मुखः मृत्युः सर्वहरश्चाहम् उद्भवश्च भविष्यताम् कीर्तिश्रीर्वाक्च नारीणां स्मृतिर्मेधा धृतिः क्षमा बृहत्साम तथा साम्नां गायत्री छन्दसामहं मासानां मार्गशीर्षोऽहं ऋतूनां कुसुमाकरः द्यूतं छलयतामस्मि तेजस्तेजस्विनामहं जयोऽस्मि व्यवसायोऽस्मि सत्त्वं सत्त्ववतामहम् वृष्णीनां वासुदेवोऽस्मि पाण्डवानां धनञ्जयः मुनीनामप्यहं व्यासः कवीनामशुना कविः दण्डो दमयतामस्मि नीतिरस्मि जिगीषतां मौनं चैवास्मि गुह्यानां ज्ञानं ज्ञानवतामहम् यच्चापि सर्वभूतानां बीजं तदहमर्जुन न तदस्ति विना यत्स्यान् मया भूतं चराचरम् नान्तोऽस्ति मम दिव्यानां विभूतीनां परं तप एष तूद्देशतः प्रोक्तो विभूतेर्विस्तरो मया यद्यद्विभूतिमत्सत्त्वं श्रीमदूर्जितमेव वा तत्तदेवावगच्छत्वं मम तेजोंशसम्भवम् अथवा बहुनैतेन किं ज्ञातेन तवार्जुन विष्टभ्याहमिदं कृत्स्नम् एकांशेन स्थितो जगत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे विभूतियोगो नाम 10मोऽध्यायः।